ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMTech. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ 6ാമത്തെ യൂണിറ്റ് ആയ ട്രിഗ്നോമെട്രി, അതായത് ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ പേജ് 125 എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചോദ്യം 3. ആദ്യം ചോദ്യം വായിക്കാം. മൂന്നാമത്തെ ചോദ്യം: From the top of an electric post, 2 wires are stretched to either side and attached to the ground, making angle 45 degree and 45 degree with the ground. The distance between the feet of the wires is 25 meters. What is the height of the post? അതായത് ഒരു ഇലക്ട്രിക് പോസ്റ്റിനെ മുകളിൽ നിന്ന് 2 വയറുകൾ, ഒന്ന് അപ്പുറത്തെ സൈഡും ഒന്ന് ഇപ്പുറത്തെ സൈഡും വലിച്ചു കെട്ടിയിരിക്കുകയാണ് തറയിൽ. അപ്പം തറയുമായി ഉണ്ടാകുന്ന കോണ് അളവാണ് 55 ഡിഗ്രി 45 ഡിഗ്രി. അങ്ങനെ പിന്നെ ഈ വയറുകൾ തമ്മിലുള്ള അകലം 25 മീറ്ററുമായാൽ പോസ്റ്റിന്റെ ഉയരം എത്ര? ചോദ്യത്തിനനുസരിച്ച് നമുക്ക് ചിത്രം വരയ്ക്കാം. ചിത്രം വരയ്ക്കുന്നതിന് തന്നെ 1 മാർക്കുണ്ട്. എന്താണ്? ആദ്യം നമുക്ക് ഇലക്ട്രിക് പോസ്റ്റ് വരയ്ക്കാം. ഇലക്ട്രിക് പോസ്റ്റ്, പോസ്റ്റിന്റെ മുകളറ്റത്ത് നിന്ന് ഇത് ഗ്രൗണ്ട്, തറനിരപ്പ്. അപ്പം ഇതിന്റെ മുകളിൽ നിന്ന് 2 വയറ് ഗ്രൗണ്ടിലോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പം 2 വയർ. അപ്പൊ ഒരെണ്ണത്തിന്റെ ആംഗിൾ 55ഉം ഒരെണ്ണത്തിന്റെ ആംഗിള് 45 വിത്ത് ദ ഗ്രൗണ്ട്. തറയുമായിട്ട് ഉണ്ടാക്കുന്ന കോണളവാണ് 55 ഡിഗ്രി 45 ഡിഗ്രി. 55 ആകുമ്പോൾ ഇവിടെ കുറവായിരിക്കും. $55 ഡിഗ്രി. പിന്നെ ഇത് കുറച്ചുകൂടി നീളം കാണും, 45 ഡിഗ്രി ആകും. ഇവിടെ 45 ഡിഗ്രി. ഇതാണ് പോസ്റ്റ്, നടുക്കുള്ളതാണ് പോസ്റ്റ്. ഇനി എന്താണ് പറയുന്നത്? ഈ 2 വയറുകളും തമ്മിലുള്ള അകലം 25 മീറ്റർ. 25 മീറ്റർ. നമുക്ക് പേരൊക്കെ കൊടുക്കാം. എ, ബി, സി, ദിസ് ഈസ് ഡി. അപ്പം എ സിയുടെ നീളമാണ് 25 മീറ്റർ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ബി ഡി ഇസ് ദ പോസ്റ്റ്. പോസ്റ്റിന്റെ ഉയരം എത്ര? അപ്പൊ പോസ്റ്റ് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ ചിത്രത്തില് എന്തൊക്കെ തന്നിട്ടുണ്ട് എല്ലാം നമുക്ക് എഴുതാം. ഇൻ ദ ഫിഗർ ബി ഡി ഇസ് ദ electric post which is taken as x. പിന്നെ എന്താണ്? AC equals 25 മീറ്റർ. നമ്മൾ നോക്കിക്കേ, ഇൻ ട്രയാങ്കിൾ BCD എന്ന ട്രയാങ്കിള് ഇവിടെ 45 ഇത് 90. അപ്പൊ ഇതും 45. അപ്പൊ 45 90 ട്രയാങ്കിൾ ആവും അല്ലെ? അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെയും DC എന്തായിരിക്കും? എക്സ്. ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ്. ഇതും 45 ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സ് ആണെങ്കിൽ AD എത്രയായിരിക്കും? 25 മൈനസ് എക്സ്. അതുകൊണ്ട് ഞാൻ ട്രയാങ്കിൾ ABD ആണ് എടുക്കുന്നത്. ഇൻ ട്രയാങ്കിൾ ABD എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ഏതാണ്? ടാൻ റേഷ്യോ. ടാൻ 55 ഈക്വൽസ് BD ബൈ AD. ടാൻ 55 ഈക്വൽസ് BD ബൈ AD. ടാൻ 55ന്റെ വാല്യൂ 1.4281. നിങ്ങൾക്ക് എക്സാമിനേഷന് 1.42 എന്ന് മാത്രമേ തരികയുള്ളൂ. BD is x by AD എത്രയാണ്? 25 മൈനസ് എക്സ്. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1.4281 into 25 minus 6 equals x. Okay. അപ്പൊ നമുക്ക് 1.4281 എടുക്കുന്നതും
1.42 മാത്രം എടുത്താലും ചെറിയ ഡിഫറൻസ് ആൻസറിൽ വരും. ഓക്കെ, അപ്പൊ ഓപ്പൺ ദ ബ്രാക്കറ്റ് 1.4281 into 25 minus 1.4281 into x equals x. 1.4281 into 25 ആകുമ്പോൾ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? 35.7035 35.7025. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോവാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് മൈനസ് പ്ലസ് ആ 1.481 എക്സ്. അപ്പൊ ഇത്രയും 4 ഡിജിറ്റിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കത് ചുരുക്കാം. ഞാനിവിടെ 35.70 എന്നാക്കുന്നു. ഈക്വൽസ് ഇത് 1.42 എന്നാക്കും, അല്ലെ 43 ആക്കാം. 43 എക്സ് പ്ലസ് എക്സ്, അപ്പൊ 2.43 എക്സ് എന്ന് കിട്ടും. Therefore, x is equal to 35.70 divided by 2.43. നമുക്ക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ടാന്റെ വാല്യൂ തരുന്നത് അനുസരിച്ചിരിക്കും നമ്മുടെ ആൻസർ. 4 ഡിജിറ്റ് എടുക്കുമ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 4 ഡിജിറ്റ് ഉണ്ട്. 4 ഡിജിറ്റ് എടുക്കുമ്പോഴും 1 ഡിജിറ്റ് ആയാലും 2 ഡിജിറ്റ് ആയാലും ചെറിയ വേരിയേഷൻ ആൻസറിൽ ഉണ്ടാവും. ഒന്നും കാര്യമാക്കണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ചെയ്യുമ്പോൾ അയ്യോ ഈ ആൻസർ തെറ്റാണല്ലോ ഒന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മുടെ വാല്യൂവിനനുസരിച്ച് ആൻസറിൽ ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 35 മൾട്ടിപ്ലൈങ് ബൈ 100 3570 ഡിവൈഡഡ് ബൈ 243. അപ്പൊ എല്ലാവർക്കും ഡിവൈഡ് ചെയ്യാൻ അറിയാം. ഞാൻ ഡിവൈഡ് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. 14.691 വരും. 69 എടുക്കാം. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 14.69 മീറ്റർ. അപ്പൊ നമുക്ക് എക്സ് കിട്ടി. ഇത് തന്നെയല്ലേ നമ്മുടെ ആൻസറും. എക്സ് ഇസ് ഈക്വൽ ടു 14.69 മീറ്റർ. എക്സ് അല്ലേ നമ്മൾ പോസ്റ്റിന്റെ ഹൈറ്റ് ആയിട്ട് ചെയ്തത്. ഇനി ഈ ഡിസ്റ്റൻസ് ആണെങ്കിൽ 25 നിന്ന് AD കാണണമെങ്കിൽ 25 നിന്ന് എക്സ് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് അതൊന്നും ചോദിച്ചിട്ടില്ല. ഹൈറ്റ് ഓഫ് ദ പോസ്റ്റ്, therefore height of the post equals 14.69 meter. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം. A person 1.75 meters tall standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degree. From the top of the tower, he sees it an elevation of 50 degree. Calculate the height of the tower and hill. ഞാൻ പടം വരച്ച് ചെയ്യുമ്പോൾ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ചോദ്യത്തിനനുസരിച്ച് ചിത്രം വരയ്ക്കാം. എ പേഴ്സൺ 1.75 meters tall. അപ്പൊ ഇത്രയും നേരം നമ്മൾ മുൻപ് ചെയ്ത കണക്കുകളിലൊന്നും കുട്ടിയുടെ ഒന്നും ഹൈറ്റ് തന്നിട്ടില്ലായിരുന്നു. ഈ ചോദ്യത്തിൽ ഹൈറ്റ് തന്നിട്ടുള്ളതുകൊണ്ട് ഹൈറ്റും കൂടി ഉൾപ്പെടുത്തി വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ. അപ്പം എന്താണ്, ടവറിന്റെ ചുവടെ നിൽക്കുന്ന ഒരു കുട്ടിയുടെ ഹൈറ്റ്, ടവറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുട്ടി സീസ് ദ ടോപ്പ് ഓഫ് എ ഹിൽ. ഇപ്പൊ ഹില്ലിന് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ മേൽക്കോണിലാണ് കാണുന്നത്. അപ്പം ടവറിനാണോ ഹില്ലിനാണോ ഹൈറ്റ് കൂടുതൽ? എന്നിട്ട് വരയ്ക്കാം. ടവറിനാണോ ഹില്ലിനാണോ? ഹില്ലിനായിരിക്കും. താഴെ നിന്ന് നോക്കുന്നതും മുകളിൽ കയറിയിട്ട് നോക്കുന്നതും രണ്ടും എലിവേഷനിലാണ്, മേൽക്കോണിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതിനാണ് ഹൈറ്റ് കൂടുതൽ? ഹില്ലിനാണ് ഹൈറ്റ് കൂടുതൽ. അപ്പൊ ഹില്ല് വരയ്ക്കുക. ഗ്രൗണ്ട്, തറനിരപ്പില്. അപ്പം ആദ്യം കൊച്ചിന്റെ അല്ലെങ്കിൽ പേഴ്സന്റെ ലൈൻ ഓഫ് വിഷൻ നേരെ ആയിരിക്കും. പേഴ്സന്റെ ലൈൻ ഓഫ് വിഷൻ നേരെ ആയിരിക്കും. ഹി ഈസ് 1.75 മീറ്റർ. അതുകൊണ്ട് ഇവിടെയും 1.75 മീറ്റർ ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന, അപ്പം മുകളിലോട്ട് ഉണ്ടാകുന്ന ആംഗിൾ ആണ് മേൽക്കോൺ അഥവാ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത്.
ആംഗിൾ ഓഫ് എലിവേഷൻ എത്രയാ തന്നിരിക്കുന്നത്? സീസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 60 ഡിഗ്രി, 60 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. എന്നിട്ട് ഈ കുട്ടി എന്താ ചെയ്യുന്നത്? ഈ ടവർ, ഇവിടം വരെയുള്ള ടവറിന്റെ മേളിൽ കയറി എന്ന് നോക്കുന്നു. ടവറിന്റെ മേളിൽ കയറി എന്ന് നോക്കുന്നു. അപ്പം കുട്ടിയുടെ ലൈൻ ഓഫ് വിഷൻ നേരെ ആയിരിക്കും ആദ്യം. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മുകളിലോട്ട് നോക്കുകയാണ്. സ്കെയിലില്ലാതെ വരയ്ക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും, കുഴപ്പമില്ലല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ആംഗിള് എത്ര തന്നിട്ടുണ്ട്? 50 ഡിഗ്രിന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി പേര് കൊടുക്കാം. അപ്പം ചിത്രം പൂർണ്ണമായി. ഇനി നമുക്ക് പേര് കൊടുക്കാം. പിന്നെ ഇവിടെ അകലം എത്ര? 40 മീറ്റർ. അതുകൊണ്ട് ഇതിനെല്ലാം പാരലൽ ആയതുകൊണ്ട് ഇതിനെല്ലാം എത്രയായിരിക്കും? 40 മീറ്റർ തന്നെ ആയിരിക്കും. 40 മീറ്റർ, ഇവിടെയും 40 മീറ്റർ. അപ്പം നമുക്കിനി പേര് കൊടുക്കാം. എ, ബി, സി, ഡി. ഇനി ബാക്കിയുള്ളതിനും കൂടെ പേര് കൊടുക്കാം. ഇ, പോയിന്റിന് എഫ്, ഇവിടെ ജി, സി ആണ്, ജി, എച്ച്, ഐ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഇതിന്റെ അകത്തൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. എന്താണ്? ബി എന്ന് പറയുന്നതാണ് ടവർ. ടവറിന്റെ മേളിൽ കയറി കുട്ടി നോക്കുകയാണ്. ഇവിടെ എത്ര വരും? 1.75 മീറ്റർ. ഇത് എ എന്ന് പറയുന്ന കുട്ടിയുടെ ഹൈറ്റ് ആണ്. അതുപോലെ IJKയിലും 1.75 മീറ്റർ വരും. സോറി, IKയിലും, IJ അല്ല, IKയിലും 1.75 മീറ്റർ വരും. ഇനി നമുക്ക് ആദ്യം ഈ ട്രയാങ്കിൾ എടുക്കാം. ആദ്യം എക്സ്പ്ലനേഷൻ എഴുതിയതിനു ശേഷം ട്രയാങ്കിൾ എടുക്കാം. എന്താണ്? ബി ഈസ് ദ ടവർ ആൻഡ് CD ഈസ് ദ ഹിൽ. ഇൻ ദ ഫിഗർ CD is the hill and B is the tower. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. B is the tower. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം. ആദ്യം നമുക്ക് ട്രയാങ്കിൾ DFG എടുക്കാം. എന്താണ്? ഇൻ ട്രയാങ്കിൾ DFG. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണം, അഡ്ജസന്റ് സൈഡ് അറിയാം. അപ്പൊ എന്താണ്? ഏത് റേഷ്യോ ആണ്? ടാൻ റേഷ്യോ. ടാൻ 60 ഈക്വൽസ് DG by FG. ടാൻ 60യുടെ വാല്യൂ നമുക്കറിയാം, 1.7321. √3യുടെ വാല്യൂ ആണ് 1.7321. ഇതിൽ നിങ്ങൾക്ക് 2 പ്ലേസ് വരെ എടുത്താൽ മതി കേട്ടോ, 2 ഡെസിമൽ പ്ലേസ് വരെ. DG by FG എന്ന് പറയുന്നത് എത്രയാണ്? 40. അപ്പൊ DG കാണാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Therefore DG equal 1.73 into 40. ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരും? 0, 4 3 12, 2 1, 7 4 28 plus 1 29, 2 1 4 4, 4 plus 2 6, 6. അപ്പൊ നമുക്ക് ഡെസിമൽ 2 പ്ലേസ് മാറ്റി ഇടേണ്ടത്. 69.20 മീറ്റർ എന്ന് കിട്ടി. 69.20 മീറ്റർ ഏതാണ്? DGയുടെ നീളം. അതിന്റെ കൂടെ CG കൂടെ കൂട്ടിയാൽ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഹില്ല് കിട്ടത്തില്ലേ? കിട്ടും. അപ്പൊ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഹില്ല് എഴുതാം. ഹൈറ്റ് ഓഫ് ദ ഹിൽ ഈക്വൽസ് CD അല്ലേ ഹൈറ്റ് ഓഫ് ദ ഹിൽ എന്ന് പറയുന്നത്. അതിന്റെ നമുക്ക് DG കിട്ടി. അതിന്റെ കൂടെ ഈ CG കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? CD കിട്ടും. ഹൈറ്റ് ഓഫ് ദ ഹിൽ CD ഈക്വൽസ്
CG plus DG. CG എന്ന് പറയുന്നത് 1.75 plus DG 69.20. ഇത് രണ്ടോടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 69.20 plus 1.75. 70.95. Addition 70.95 meter. അപ്പോൾ നമുക്ക് ഹില്ലിന്റെ ഹൈറ്റ് കിട്ടി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടവറിന്റെ ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ടവർ. അത് നമുക്ക് ഏത് ട്രയാങ്കിൾ എടുക്കാം? AID. ഇൻ ട്രയാങ്കിൾ AID. ഇവിടെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് tan 50. Tan 50 equals DI by AI. Tan 50യുടെ വാല്യൂ എത്രയാണെന്ന് നമുക്കറിയാം. ടേബിളിൽ നോക്കുമ്പോൾ 1.1918. ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. 2 പ്ലേസേ തരുത്തുള്ളൂ. DI by AI എത്ര? 40. അപ്പൊ ഇവിടെ ഞാൻ 1.19 മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പൊ DI equals, therefore DI equals 1.19 into 40. 0, 9 4 36, 3, 1 4 4 plus 3 7 4. 47.60 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്ക് DIയുടെ ലെങ്ത് കിട്ടി. എത്ര കിട്ടി? 47.60 മീറ്റർ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ടവറിന്റെ ഹൈറ്റ് കൂടി കണ്ടുപിടിച്ചാൽ മതി. അപ്പോഴും അതിന് നമുക്ക് DI കിട്ടിയിട്ടുണ്ട്. IK 1.75 കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടം വരെയുള്ളത് പോയി കിട്ടും. പിന്നെ B നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. B കാണണമെങ്കിൽ എന്താ ചെയ്താൽ മതി? ഈ ഹില്ലിന്റെ ഹൈറ്റിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? നമുക്ക് ഇപ്പൊ കിട്ടുന്ന ആൻസർ, അതായത് DK കുറച്ചാൽ മതി. DK equals DI plus IK equals 47.60 plus 1.75. നമുക്ക് എന്താ കിട്ടുക ആൻസർ? ആഡ് ചെയ്യുമ്പോ എത്ര കിട്ടുക? 5 13 3 49.35 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമുക്കിതാ ഇവിടം വരെയുള്ള ലെങ്ത് കിട്ടി. ഇതാ ഇത്രയും അല്ലേ, ബാക്കി ഇത്രയും കൂടെ കിട്ടിയാൽ മതിയല്ലേ? അതല്ലേ ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം മൊത്തം നീളത്തിൽ നിന്ന് ഈ DK കുറച്ചാൽ, അപ്പം CD മൈനസ്, മനസ്സിലാൻ വേണ്ടി പറഞ്ഞുതരാം. CD-യിൽ നിന്ന് DK, CD-യിൽ നിന്ന് ഈ DK കുറയ്ക്കുമ്പോ എന്ത് കിട്ടും? EB കിട്ടും. എന്താണ്? ദാറ്റ് ഈസ് HC കിട്ടും. HC ഏതിന് ഈക്വൽ ആണ്? EBക്ക് ഈക്വൽ ആണ്. അപ്പൊ CD മൈനസ് DK ഈക്വൽസ് എത്ര കിട്ടും? KC. ഇത് കിട്ടും KC. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇതെല്ലാം എഴുതുന്നത്. KC എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? Bക്ക് ഈക്വൽ. Therefore B ഈക്വൽസ്, നമുക്ക് B എത്രയാ കിട്ടിയത്? എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? അപ്പൊ നമുക്ക് B എങ്ങനെയാ കിട്ടുന്ന? ഹൈറ്റ് ഓഫ് ദ ടവർ CD എത്ര കിട്ടിയത്? 70.95 മൈനസ് DK. ഈ ലെങ്ത് കുറക്കണം. ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ CD-യിൽ നിന്ന് DK കുറയ്ക്കുമ്പോൾ CK കിട്ടും. CK എന്ന് പറയുന്നത് Bക്ക്
ഈക്വൽ ആണ് 49.35. 70.95 മൈനസ് 49.35 എത്ര കിട്ടും? 49.35 0 9 minus 3 6 1 ഇവിടെ എത്ര 2 വരും അല്ലേ? 21.60 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 21.6. അതായത് height of the tower. ഇത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ടവർ ഈക്വൽസ് 21.6 മീറ്റർ. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാ ഇത് കണ്ടുപിടിക്കുന്നതെന്ന്. വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ തെറ്റാതെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ ചോദ്യം. എ ബോയ് 1.5 meters tall standing at the edge of a canal sees the top of a tree on the other edge at an angle of elevation of 80 degree. Stepping 15 meters back, പുറകിലോട്ട് 15 മീറ്റർ നീങ്ങിയപ്പോൾ he saw it an angle of elevation of 40 degree. How wide is the canal and how tall is the tree? ഞാനിത് ചെയ്യുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ചോദ്യം വായിച്ചല്ലോ, ചോദ്യത്തിനനുസരിച്ച് നമുക്ക് ചിത്രം വരയ്ക്കാം. ഇവിടെയും ബോയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട്, ആളുടെ ഹൈറ്റ് ഉണ്ട്. എ ബോയ് 1.5 meters tall സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ്. അപ്പൊ ഒരു കനാലിന്റെ തീരത്ത് നിൽക്കുന്ന കുട്ടി, കനാലിന്റെ തീരത്ത് നിൽക്കുന്ന കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടുണ്ട് എത്ര? 1.5 meter. സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ, മരം, എതിർ സൈഡിലുള്ള മരം, കനാലിന്റെ അക്കരെയുള്ളൊരു മരത്തില് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 80 degree. അപ്പം കുട്ടിക്ക് ഇത്ര ഹൈറ്റ് വരയ്ക്കണ്ട, കുറച്ച് ഹൈറ്റ് വരച്ചാൽ മതി. അപ്പം കുട്ടിയുടെ റേസ് നേരെ പോകും. പിന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ് എലിവേഷൻ ഓഫ് 80 degree. സ്റ്റെപ്പിംഗ് 15 meter ബാക്ക്, പുറകിലോട്ട് 15 മീറ്റർ പുറകിലോട്ട് മാറി. അപ്പോഴും കുട്ടിക്ക് ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് വരയ്ക്കണം. എത്ര? 1.5 meter. അന്നേരം കുട്ടി കാണുന്നത് എത്ര ഡിഗ്രിയിലാ? 40 degree. അപ്പൊ ഡിസ്റ്റൻസ് കൂടി. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആംഗിൾ കുറയും. ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിലും പറഞ്ഞതാണ്. ഡിസ്റ്റൻസ് കുറയുമ്പോൾ ആംഗിൾ കൂടും, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ആംഗിൾ കുറയും. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണ്. ഇപ്പൊ ഇവിടെ എത്ര ഡിഗ്രി കാണുന്നു? 40 ഡിഗ്രിയിലാണ് കാണുന്നത്. ഇവിടെ 40 ഡിഗ്രി. പിന്നെ വേറെന്താ തന്നിട്ടുണ്ട്? കാൽക്കുലേറ്റ് ദ വാട്ട് ഈസ് ഹൗ വൈഡ് ഈസ് ദ കനാൽ. കനാലിന്റെ അകലം, വീതി, തോടിന്റെ വീതി എത്ര? ഇവിടെ എ, ഇവിടെ ബി, ഇവിടെ സി. ഈ ബി സി ആണ് കനാൽ. ഇവിടെ ഡി എന്ന് പേര് കൊടുക്കാം, ഇവിടെ ഇ എന്ന് പേര് കൊടുക്കാം, ഇവിടെ എഫ് എന്നും കൊടുക്കാം. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ ആണ് എടുക്കേണ്ടത്. അപ്പൊ ഏതൊക്കെ ട്രയാങ്കിൾ? ഇവിടെ പേര് കൊടുത്തില്ല. ഇവിടെ സി ഡി ഇ എഫ് ജി കൊടുക്കാം. എ ജി എഫും ട്രയാങ്കിൾ എ ഇ എഫും. ഇതിന്റെ അകത്ത് ഇതാ ഈ ജി എഫ് എന്ന് പറയുന്ന 2 ട്രയാങ്കിളും കോമൺ അല്ലേ? ആണ്. എ ജി എഫ് എ ഇ എഫ്. അപ്പൊ ഇത് കോമൺ ആയിട്ട് ഞാൻ ഇതിന് എക്സ് എന്ന് പേര് കൊടുക്കും. ഈ മരത്തിന് ഇവിടെ എത്രയായിരിക്കും? 1.5 ആയിരിക്കും അല്ലേ? 1.5 മീറ്റർ തന്നെ ആയിരിക്കും. ഇപ്പൊ ഈ എ എഫ് 2നും കോമൺ ആണ്. ഞാൻ വൈ എന്ന് പേര് കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ട്രീ എന്ന് പറയുന്നത് ഏതാണ്? എ ബി ഇസ് ദ ട്രീ. എ ബി ഇസ് ദ ട്രീ ആൻഡ് ബി സി ഇസ് ദ വിഡ്ത്ത് ഓഫ് ദ കനാൽ. അത് നമുക്ക് എഴുതാം. ഇൻ ദ ഫിഗർ
in the figure, AB is the tree. AB is the tree and BC is the width of the canal. Width of the canal. തോടിന്റെ വീതി. ഇത് രണ്ടുമാണ് നമുക്ക് ഉള്ളത്. അതില് കോമൺ ആയിട്ടുള്ളതിന് ഞാൻ പേര് കൊടുത്തത് അതും കൂടി എഴുതാം. Let GF equals X and AF equals Y. അക്ഷരങ്ങൾ എങ്ങനെ എഴുതാണ്ടാന്ന് വിചാരിച്ചിട്ടാ പേര് കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് അക്ഷരം AF എന്ന് തന്നെ എഴുതേണ്ടി വരും. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ട്രയാങ്കിൾ AGF എടുക്കാം. ഇൻ ട്രയാങ്കിൾ AGF ഇവിടെയും ടാൻ റേഷ്യോ തന്നെയാണ്. ടാൻ 80 ഈക്വൽസ് എന്താണ് AF ബൈ GF. ടാൻ 80യുടെ വാല്യൂ 5.6713 എന്നാണ്. നമുക്ക് രണ്ട് ഡിജിറ്റ് എടുത്താൽ മതി, ഡെസിമൽ 2 പ്ലേസ് എടുത്താൽ മതി. 5.6713 ഈക്വൽസ് AFന് ഞാൻ Y എന്ന് കൊടുത്ത് GFന് X എന്ന് കൊടുത്തു. ദാറ്റ് ഈസ് നമുക്ക് ചുരുക്കത്തിൽ എഴുതാം 5.67 ഈക്വൽസ് Y ബൈ X. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. രണ്ടാമത്തെ ട്രയാങ്കിൾ ഇവിടെ തന്നെ സ്ഥലമുള്ളതുകൊണ്ട് ഇവിടെ തന്നെ എഴുതാം. ഇൻ ട്രയാങ്കിൾ AEF tan 40 equals EF ഇവിടെ AF ഓപ്പോസിറ്റ് സൈഡ് AF ബൈ EF. EF എത്ര 15 മീറ്റർ പുറകിലോട്ട് മാറുമ്പോ ഇത് 1.5 ഇത് ഈ ഹൈറ്റ് ആണ്. CG ആണ്, അത് പുറത്തോട്ട് എഴുതാം 1.5. ഇവിടെ 15 ആണ്. 15 മീറ്റർ പുറകിലോട്ട് മാറുമ്പോൾ അപ്പം ഇത് X ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? X ആയിരിക്കും അല്ലേ? അപ്പം X BC is the width of the canal, that is X. അത് എഴുതിയിട്ടില്ല. GF അല്ലായിരുന്നു കൊടുക്കേണ്ടത്, ഇവിടെ BC ആണ് കൊടുക്കേണ്ടത്. BC is equal to GF. ഓക്കെ, അപ്പം നമുക്ക് ഈ ലെങ്ത് എത്ര വരും? X plus 15 എന്ന് വരും. എന്ത് വരും? X ഈ നീളം 15 കാണുന്നുണ്ടോ? tan 40 equals 0.8391 equals എത്ര? AF എത്ര? Y by X plus 15. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്കിവിടെ 8391 അല്ലേ, അപ്പം കറക്റ്റ് ചെയ്യുമ്പോൾ 84 എന്നാക്കാം. ഇവിടെ 0.84 equals y by X plus 15. ഇക്വേഷൻ നമ്പർ 2. ഒന്നാമത്തെ ഇക്വേഷനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ y is equal to 5.67x എന്ന് കിട്ടി. അതുപോലെ ഇന്ന് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. y is equal to x plus 15 into 0.84. ഇക്വേഷൻ 2. ഇനി നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. y. Okay, you can equate 5 equating 1 and 2. Since left hand side equal, you can equate the right hand side also. That is 5.67x is equal to x plus 15 into 0.84. That is 5.67x is equal to the multiply x into 0.84x
ഈക്വൽസ് 15 into 0.84 എത്ര കിട്ടും? 1584 മൾട്ടിപ്ലൈ ആയിട്ട് 2 പ്ലേസ് മാറ്റി ഡെസിമൽ ഇട്ടാ പോരെ? 64,120 0,621 12.60 എന്ന് കിട്ടും. 12. That is 15 into 0.84. 5.67x equals 0.84x plus 12.60. ഈ എക്സിനെ ഇപ്പുറത്ത് കൊണ്ടുവരിക. ഇപ്പൊ എത്ര കിട്ടും? നോട്ട് ചെയ്താം. 5.67x minus 0.84x equals 12.60. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 5.67 minus 0.84. 10 minus 4, 3, 16, 8, 4.83 എന്ന് കിട്ടും. എത്ര കിട്ടും? 4.83. 4.83x equals 12.60. അപ്പൊ നമ്മൾ എക്സ് കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽസ് 12.60 ഡിവൈഡഡ് ബൈ 4.83. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം എത്ര കിട്ടുന്നത്? 2.608 എന്ന് കിട്ടും. കറക്റ്റ് 2 പ്ലേസസ് വരുമ്പം 2.61 മീറ്റർ എന്ന് കിട്ടും. എന്താണ് എക്സ് എന്ന് പറയുന്നത്? വിഡ്ത് ഓഫ് ദ കനാൽ കിട്ടി. എക്സ് വിഡ്ത് ഓഫ് ദ കനാൽ. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. Width of the canal equals 2.61 meter. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ട്രീയുടെ ഇതും കൂടെ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ y is equal to 5.67x എന്നാണ് നമ്മൾ എടുത്തത്. ഇതിൽ എക്സിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ y കിട്ടും. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ ഉണ്ട്, മൾട്ടിപ്ലൈ ആണ്. y is equal to 5.67 into 2.61. അപ്പൊ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 14.79 എന്ന് കിട്ടും. 79 മീറ്റർ എന്ന് കിട്ടും. ഇതുകൊണ്ട് ആൻസർ ആയോ? ഇല്ല. നമ്മുടെ y എന്ന് പറയുന്ന AF. അതിന്റെ കൂടെ FB കൂടെ കൂട്ടിയാലേ നമുക്ക് എന്താ കിട്ടത്തുള്ളൂ? ട്രീയുടെ ഹൈറ്റ് കിട്ടത്തുള്ളൂ. AF is equal to 14 point. ഇത് ഇപ്പൊ ഇവിടെ ഒരു 8 ആ വരുന്നത്. അതുകൊണ്ട് നമുക്ക് 14.8 എന്ന് കറക്റ്റ് ചെയ്താക്കാം. 14.8 മീറ്റർ. മൂന്നാമത്തെ ഡിജിറ്റ് 8 ആണ് വരുന്നത്. AF is equal to 14.8 മീറ്റർ. ഇനി AB കണ്ടുപിടിക്കണം. ഹൈറ്റ് ഓഫ് ദ ട്രീ. AB ഈക്വൽസ് AF plus FB. AF plus FB. AF എത്ര? 14.8 plus FB 1.5. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 13, 15, 16.3 മീറ്റർ എന്ന് കിട്ടും. Therefore we can write height of the tree. Height of the tree equals 16.3 മീറ്റർ. ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇതോടെ ഈ എക്സസൈസിൽ എല്ലാ ക്വസ്റ്റ്യനും തീർന്നു. ഈ ലെസണും തീർന്നിരിക്കുകയാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ ലെസണുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.